ഹലോ ഹായ് എവരി വൺ, വെൽക്കം ടു മാജിക് ഒനിയൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസ് ആണ്. ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കി നോക്കാം. നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വേവിക്കുന്ന പോലെ വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യ് നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം എണ്ണ ചേർത്താലും കുഴപ്പമില്ല. അടുത്തായിട്ട് ഉഴുന്നുപരിപ്പാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് കശുവണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം. കശുവണ്ടിക്ക് പകരം നമുക്ക് കപ്പലണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ്. 2 മുറിച്ച് വറ്റൽമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3-4 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് 2 മുറിച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതൊന്ന് മൂത്ത് വന്നാൽ മതി. ഒത്തിരി നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഏറ്റവും മിനിമം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി അടുത്തായിട്ട് പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാണ്. മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതി. ഒത്തിരി മഞ്ഞൾപ്പൊടി ആയാലും ഇതിൻ്റെ കളറും കൂടുതലായിരിക്കും. പിന്നെ മഞ്ഞളുടെ ചെറിയൊരു മഞ്ഞക്കുത്തും വരും. അപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ്. അത് ഒത്തിരി വെന്ത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഒരു കൈക്ക് ഞെക്ക് കൊള്ളുന്ന ആ പരുവത്തിന് നമുക്കത് ഊറ്റി മാറ്റി വയ്ക്കാം. ആ റൈസാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മിക്സിങ് കുറച്ച് ടൈം എടുക്കും. നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയൊക്കെ അതിൻ്റെ എല്ലാ സൈഡിലേക്കും വരാവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ നീര് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1 നാരങ്ങയുടെ നീരാണ്. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ കുരു വരുമ്പോൾ ചെറുതായിട്ടൊരു കയ്പ്പ് രസം വരും. അപ്പോൾ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം 1 നാരങ്ങയുടെ നീരാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ നാരങ്ങ നീരൊക്കെ റൈസിൻ്റെ എല്ലാ സൈഡിലേക്കും വരാവുന്ന രീതിക്ക് യോജിപ്പിച്ചെടുക്കാം. നമുക്കിനിയും ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ലെമൺ റൈസ്. നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് കേട് വരാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാവുന്ന ഒരു വിഭവമാണ് ലെമൺ റൈസ്. പിന്നെ ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ അതിൽ ഒത്തിരി ഡാൽഡയും നെയ്യൊക്കെ ചേരുന്നുണ്ട്. ഇവിടെ നമ്മൾ അത്രയും നെയ്യും ഡാൽഡയും ഒന്നും ചേർക്കുന്നില്ല. ഇവിടെ ഞാൻ നെയ്യ് ഉപയോഗിച്ചാണ് ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോട് കൂടി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് വരുന്നത് ചൂടൊക്കെ ആറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് ആ നാരങ്ങയുടെയൊക്കെ ടേസ്റ്റ് റൈസിന് നന്നായിട്ട് വരുന്നത്. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ലെമൺ റൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.